എല്ലാ മാലാഖമാർക്കും സുഖമാണെന്ന് കരുതുന്നു. പണ്ടൊരിക്കലൊരു ഓപ്പറേഷൻ നടക്കുന്നതിനിടയിൽ നമ്മുടെ മുല്ലാ നസറുദ്ദീന് ബോധം വീണു. അമ്പരന്ന് നിൽക്കുന്ന ഡോക്ടറോട് മുല്ല ചിരിച്ചുകൊണ്ട് പറഞ്ഞു പോലും, സാറാ മുഖം മൂടിയൊക്കെ അങ്ങ് മാറ്റിയത്, എനിക്ക് ആളെയൊക്കെ മനസ്സിലായി. ഇന്ന് മുഖം മൂടികളുടെ കാലമാണ്. കോവിഡ് വന്നപ്പോൾ നമ്മൾ ശീലിച്ച ഒരു കാര്യം. പക്ഷേ മുഖം മൂടി അറിഞ്ഞോ അറിയാതെയോ മനുഷ്യർക്ക് മാത്രമുള്ള രണ്ട് വിശിഷ്ട ദാനങ്ങളെ ഇല്ലാതാക്കി. ഏതൊക്കെയെന്നറിയാമോ? അവിശിഷ്ടമായ സ്വഭാവങ്ങൾ: സ്പർശവും സ്മിതവും. ഇന്ന് നമുക്ക് ചിരിക്കാൻ പിശുക്കാണ്, തൊടാൻ മടിയാണ്. അഥവാ പുഞ്ചിരിച്ചാൽ തന്നെ കൈവിരലിൽ എണ്ണാവുന്നവരെ നോക്കി മാത്രമേ നമ്മൾ പുഞ്ചിരിക്കുന്നുള്ളൂ. തൊട്ടാൽ തന്നെ അവർ ദിവസവും 2 നേരം കുളിക്കുന്നവരാണോ എന്ന് നമ്മൾ ഉള്ളിലൊന്ന് തിട്ടപ്പെടുത്തുന്നു. യാത്ര ചെയ്യുമ്പോൾ മയങ്ങി നമ്മുടെ തോളിലേക്ക് ഒരു സഹയാത്രികൻ വീണുപോയാൽ അയാളെ കൊട്ടി ഉണർത്തി നമ്മൾ തിരുത്തും. വല്ലാത്തൊരു അവസ്ഥയാണ്. ലോകത്ത് ചിരിക്കാൻ കഴിവുള്ള ഒരേ ഒരു മൃഗം മനുഷ്യനാണ്. കഴുതപ്പുലി ചിരിക്കുന്നത് പോലെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാറുണ്ടെന്ന് പറയപ്പെടാറുണ്ട്. നമുക്ക് ചിരിക്കാൻ പഠിക്കാം. ഓർക്കണം, ബ്രെയിൻ ഷ്രിങ്കിനെ, തലച്ചോറ് ചുരുങ്ങുന്ന അവസ്ഥയെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗം ബ്രെയിനിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. എന്തും ഉപയോഗത്തിലോ വിനിമയത്തിലോ അല്ലാതെയാകുമ്പോൾ ബ്രെയിൻ ഷ്രിങ്കിന് ഇടയാകും. വെസ്റ്റീജിയാലിറ്റി എന്നൊരു പദമുണ്ട്. മനുഷ്യ ശരീരത്തിലെ അപ്പൻഡിക്സ്, പാമ്പുകളുടെയും തിമിംഗലങ്ങളുടെയും ഒക്കെ പിൻകാലുകൾ, ചെറുദ്വീപുകളിലെ കിളികളുടെ പറക്കാൻ കൊള്ളാത്ത ചിറകുകൾ, ഇതെല്ലാം പിന്നീട് പ്രയോഗത്തിലേ ഇല്ലാതെ പോയി. നമ്മൾ മനുഷ്യർ ഈ ആധുനിക കാലത്ത് മുന്നോട്ട് നീങ്ങുമ്പോൾ ചിരിക്കാൻ പിശുക്ക് കാട്ടിയാൽ, സ്നേഹത്തോടെ മറ്റുള്ളവരെ ചേർത്ത് നിർത്താൻ പിശുക്ക് കാട്ടിയാൽ, ഇതെല്ലാം നമ്മളിൽ നിന്നും അപ്രത്യക്ഷമാണ്. നമുക്ക് ദൈവം തന്ന ഈ 2 വിശിഷ്ട ദാനങ്ങൾ നമുക്ക് വിനിമയം ചെയ്യാം. കുഴിച്ചിടേണ്ട താലന്തുകളല്ല പുഞ്ചിരിക്കാനും മറ്റുള്ളവരെ സ്നേഹത്തോടെ തൊടാനുമുള്ള കഴിവുകൾ. കേട്ടിരുന്നതിന് ഒത്തിരി നന്ദി. ആൻറ്റോ മൈക്കിൾ, യുവർ സോൾമേറ്റ്.